ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് റോസ് ഫ്ലവർ ബൊക്കെ പ്രിസർവ് ചെയ്താലോ. ഇതെനിക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു. ആൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺടാക്ട് ചെയ്തൊരു 2 ഡേയ്സിനകത്ത് തന്നെ ആൾക്ക് കിട്ടിയ ബൊക്കയും ജിപ്സം ഫ്ലവറും അതേപോലെ തന്നെ ഹെയറിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മുല്ലപ്പൂവും അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ഫ്ലവർ ഒരുവിധമൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. വാടിയത് മാത്രമല്ല, അതിൻ്റെ മുകൾ ഭാഗം കുറച്ചിങ്ങനെ കരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. എപ്പോഴും നമുക്ക് റെസിൻ വർക്ക് ചെയ്യുമ്പോഴത്തേനും ആ ഫ്ലവേഴ്സ് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സിലിക്ക ജെല്ലൊക്കെ വെച്ചിട്ട് അതിനെ ഉണക്കിയെടുക്കാൻ പറ്റും. അതാകുമ്പോൾ കളറൊക്കെ പോവാണ്ട് കിട്ടിയേ. അല്ലാണ്ട് നാച്ചുറലായിട്ട് ഇരുന്ന് ഡ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് എക്സാക്റ്റ് അതിൻ്റെ കളറൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതും കുറേയൊക്കെ വാടിയിട്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. മുല്ലപ്പൂ ആണ് അത്യാവശ്യം നല്ല വാടി, മുല്ലപ്പൂ പെട്ടെന്ന് വാടിപ്പോവുമല്ലോ, അത് അത്യാവശ്യം നല്ല വാടി ഉണങ്ങിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റോസ് ഫ്ലവർ പക്ഷേ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഫംഗസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അറിയാമല്ലോ, റെസിനാകുമ്പോഴത്തേക്കിനും കുറച്ച് കെമിക്കലും കൂടെ ആയതുകൊണ്ട് ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വർക്ക് അത്ര എഫക്റ്റ് ആവത്തില്ലേ. അപ്പോൾ ഇതിനെ ഞാൻ പെറ്റൽസൊക്കെ അതിൽ നിന്ന് അടർത്തിയെടുത്തു. ബൊക്കയുടെ ഫ്ലവേഴ്സ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നേ. അപ്പോൾ ജിപ്സം ഫ്ലവർ വെച്ചിട്ട് വേറൊരു സ്റ്റാൻഡും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കസ്റ്റമർ തന്ന ഒരു റെഫറൻസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാമേ. ഞാൻ ഈ ഒരു റെസിൻ വർക്ക് തുടങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നത് അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ ആയിരുന്നേ. അതായത് വെഡ്ഡിങ് മാല ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികളുടെ ചെറിയ ചെറിയ കരിമണി വളകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻക്വയറീസ് ആയിരുന്നേ. പക്ഷേ ഓർഡേഴ്സ് കിട്ടിയത് ഫുള്ള് അൺനോൺ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നായിരുന്നേ. അതെപ്പോഴും അങ്ങനെ ആണല്ലോ. ഈ ഓർഡർ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇതെൻ്റെ ഒരു 7ാമത്തെ ഓർഡറാണ്. പക്ഷേ റെസിൻ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം നാളായില്ല. കാര്യം സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പം നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമുക്ക് ഓർഡർ തരുമ്പോഴത്തേനും അത് അത്രയും സ്പെഷ്യലാണല്ലോ. കാര്യം ട്രസ്റ്റ് എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൻ്റെ പുറത്തായിരിക്കത്തില്ലേ അവർ നമുക്ക് ഓർഡർ തരുന്നത്. നമ്മൾ ഓർഡർ എടുക്കുന്ന 50% പേയ്മെൻറ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യും. ബാക്കി റിമൈനിങ് 50% ഇവിടുന്ന് പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊറിയർ ഇണക്കാൻ മുന്നേ കസ്റ്റമർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കും. അതിനുശേഷമായിരിക്കും 50% പേയ്മെൻറ്റും കൂടെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്നത്. അപ്പം അങ്ങോട്ട് തിരിച്ചയക്കുന്നതിൻ്റെ കൊറിയർ ചാർജും കൂടെ നമുക്ക് വരാറുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ മിക്ക റെസിൻ വർക്കും ചെയ്യുന്നത്. കാര്യം എല്ലാവർക്കും ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ട് മേ ബി ഇതൊന്നും പ്രിസർവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ പറ്റുന്നത്രേ അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ മോൾഡൊക്കെ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 6 ഇഞ്ച് മോൾഡിലാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിനൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്കവരും വിചാരിക്കുക ഈ റെസിൻ വർക്ക് ഭയങ്കര സിമ്പിളാണെന്നുള്ള. ഇത് നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അതായത് റെസിനൊക്കെ നമുക്കിങ്ങനെ കേക്കിന് മിക്സ് ചെയ്യുന്ന പോലെ ഒരേ ഡയറക്ഷനിൽ ബബിൾസ് ഒന്നും വരാണ്ട് മിക്സ് ചെയ്ത് പിന്നെ അതിനകത്ത് പൊടിയൊന്നും വീഴാണ്ട് ഇങ്ങനെ നോക്കി ഇരുന്ന് വേണം നമുക്കതിനെ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത് വൈറ്റ് കളറായിരുന്നു. അതുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് പിഗ്മെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ജിപ്സം ഫ്ലവർ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റാൻഡാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 ഡേയ്സിനകത്ത് 2 ലെയർ ഫുള്ളായിട്ട് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. റെസിൻ്റെ കനം കൂടുന്നതനുസരിച്ചിട്ട് അത് ക്യൂറായി വരാനായിട്ട് നല്ല സമയം എടുക്കുക. അപ്പം അത്യാവശ്യം ഒരു ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്ക് ഫുൾ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് എല്ലാം മാറ്റി ഇത് ഡേ 2 ആണ്. നമ്മളപ്പോൾ അതിനകത്ത് നിന്ന് കൊള്ളാവുന്ന പെറ്റൽസ് നോക്കി അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ മിക്കതും കളറ് മാറി വന്നിട്ടുണ്ട്. നമ്മൾ റെസിനും കൂടെ ഒഴിക്കുന്ന സമയത്ത് ഈ കളറ് അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. മുല്ലപ്പൂവിന് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യം നന്നായിട്ട് ഉണങ്ങിയതായതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഫ്രഷ് ഫ്ലവറിനകത്തേക്ക് റെസിൻ ഒഴിക്കാൻ പറ്റത്തില്ല. കളറ് ട്രാൻസ്പെറൻ്റ് ആയി പോവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 2 ആയപ്പോഴത്തേക്കിനും നമ്മുടെ തലേന്ന് ഒഴിച്ചു വെച്ച ആ ഒരു ഫസ്റ്റ് കോട്ട് ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 24 അവേഴ്സിലാണ് ഫസ്റ്റ് കോട്ട് നല്ല കംപ്ലീറ്റ് ആയിട്ടും ഉണങ്ങി വരുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഫസ്റ്റ് ഡേ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻഡിൻ്റെ ഫസ്റ്റ് കോട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഒരു കോട്ടും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഫിനിഷ് ആവേ. ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമില്ലേ കാണാൻ വേണ്ടി, നല്ല പാലപ്പം ചുട്ട് വെച്ചതുപോലെയുണ്ട്. അപ്പോൾ നമ്മുടെ പെറ്റൽസൊക്കെ ഇവിടെ ഒരുവിധമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനെ നല്ലതായിട്ട് നമ്മൾ ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെഫറൻസ് പിക്കിനകത്ത് 2 കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത് 2 ഉള്ളതുകൊണ്ട് ഞാനതിന് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളും ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് റെസിൻ ബാക്കിയൊക്കെ പോർ ചെയ്യാൻ തുടങ്ങിയത്. അതിനകത്ത് കുറച്ച് ജിപ്സം ഫ്ലവേഴ്സ് ചുമ്മാ റാൻഡമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. ജാസ്മിൻ ഫ്ലവർ വെച്ചിട്ട് ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. ബാക്കി റോസ് പെറ്റൽസ് ഒരു കംപ്ലീറ്റ് ലെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ഫോട്ടോയും അവരുടെ 2പേരുടെയും പേരും കൂടി വരുന്നതാണ്. അതിനാണ് ആ ബ്ലാങ്ക് സ്പേസ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിൻ വർക്കിൻ്റെ ഒരു ഡേ 2 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാമേ.